ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ബെസ്റ്റ് ചിക്കൻ ബിരിയാണി കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ്. തിരുവനന്തപുരത്തെ ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഹോട്ടൽസിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ കുറേ പേരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് 5 ബെസ്റ്റ് സ്പോട്ട് ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 ബെസ്റ്റ് സ്പോട്ടിലെ ബിരിയാണീസ് നമ്മൾ വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് റാങ്ക് ചെയ്യും. ഈ റാങ്കിങ്ങിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ബിരിയാണീസിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യും. എല്ലാവർക്കും കുറച്ച് കോയിൻസ് ഒക്കെ കൊടുത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആരുടെ ബിരിയാണി വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ ബിരിയാണിയും പരിചയപ്പെടാം. ഇത് ആസിഫയിലെ ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ വരുന്നത് നല്ലൊരു എഗ്ഗ് വരുന്നുണ്ട്, പിന്നെ സലാഡ് വരുന്നുണ്ട്, പിന്നെ മറ്റേ കത്തിരിക്ക വെച്ചിട്ടൊരു കറി വരുന്നുണ്ട്. എല്ലാം കൂടെ കാണാൻ തന്നെ നമുക്കൊരു എന്താ പറയുക അപ്പറ്റൈസിങ് ആണ്. ഇത് അജ്വയിലെ ബിരിയാണിയാണ്. അജ്വയിലൂടെ കൂടെ നമുക്ക് തൈര് കലർത്താത്ത ഒരു സലാഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു പിക്കിളും വന്നിട്ടുണ്ട്. അത്യാവശ്യം ചിക്കൻ പീസൊക്കെ ഉണ്ട്. ഇതും ഓക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ആസാദിലെ ബിരിയാണിയാണ്. ഓക്കെ, ആസാദിലെ ബിരിയാണിയിലൂടെ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു പീസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അച്ചാർ വരുന്നുണ്ട്, സലാഡ്, പപ്പടം ഒരു പ്ലസ് ആണ്, പിന്നെ ഒരു എഗ്ഗിൻ്റെ പീസും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റാർ ബിരിയാണി. സ്റ്റാർ ബിരിയാണിയിൽ വന്നിരിക്കുന്ന കത്രിക്കയുടെ ഒരു കറി വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ആമ്പൂർ സ്പെഷ്യൽ ബിരിയാണിയാണ്. പിന്നെ കുറച്ച് സലാഡുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ഫുഡ്ടെക്സിൻ്റെ ബിരിയാണിയിലൂടെ വരുന്നത് ഒരു ചെറിയൊരു അച്ചാർ വരുന്നുണ്ട്, ഒരു എഗ്ഗ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് സലാഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫുഡ്ടെക്സിലെ ബിരിയാണിയാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, ഫുഡ്ടെക്സിലെ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റൈസ് നന്നായിട്ടുണ്ട്. ഗീയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. നല്ല നല്ല റൈസാണ്. ഞാൻ ചിക്കൻ്റെ ഒരു ചെറിയ പീസ് കൊണ്ട് വെച്ച് കഴിക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ചിക്കൻ ഒരു ഫ്രൈഡ് കൈൻഡ് ഓഫ് ചിക്കനാണ്. നല്ലതാണ് ഫുഡ്ടെക്സിലെ ബിരിയാണി. നെക്സ്റ്റ് നമുക്ക് ആമ്പൂർ ബിരിയാണി, അതായത് സ്റ്റാറിലെ ആമ്പൂർ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. അവരുടെ ബിരിയാണി ആദ്യം കുറച്ച് റൈസ് മാത്രം ആദ്യം കഴിച്ചു നോക്കാം. തമിഴ്നാടിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. കുറച്ച് തക്കാളിയൊക്കെ കൂടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിക്കനിൻ്റെ ചെറിയ പീസോട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ആസാദ് ഒന്ന് ട്രൈ ചെയ്യാം. ആസാദിലെ ആദ്യം റൈസ് മാത്രം എടുക്കുകയാണ്. ശരിക്കും പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ചെറുതായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് ചിക്കനും കൂടെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്യാം. കൊള്ളാം. ആക്ച്വലി അത് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ അല്ല, ആക്ച്വലി അവിടെ പൈനാപ്പിൾ ഇരുന്നുകൊണ്ടുള്ള ഒരു ടേസ്റ്റാണ്. മൊത്തത്തിൽ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റിയാണ്. നെക്സ്റ്റ് അജ്വയിലെ ബിരിയാണി ഞാൻ ഇതിന് മുമ്പേ കഴിച്ചിട്ടുണ്ട്. സോ സ്റ്റിൽ ആ ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് സൂപ്പർ ബിരിയാണിയാണ്. ചിക്കനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബിരിയാണി കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് ആസിഫയിലെ റൈസ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റൈസ് ഒന്ന് കഴിച്ചു നോക്കാം ആദ്യം. ശരിക്കും അടിപൊളി റൈസ്, നല്ല ഫ്ലേവർ, കുറച്ച് ചിക്കനോട് നന്നായിട്ടുണ്ട്. സോ ഞാനിതെല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പാരൻസിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം, അവരെ കൊണ്ടുകൂടെ ടേസ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഇത് ഏതൊക്കെ ബിരിയാണികളാണ്, അവർക്കാർക്കും അറിയില്ല. സോ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റിംഗിലേക്ക് പോവാം.
സോ ഗൈസ്, നമ്മുടെ ടെസ്റ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. കുറേ വായനയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഞാനും വെക്കുകയാണ്. ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് ഫുഡ് ടെക്സ്റ്റിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. കാരണം ഇവരുടെ ബിരിയാണി കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ഈ ചെയ്യുന്ന റേറ്റിങ്ങും റാങ്കിങ്ങും എല്ലാം പേഴ്സണൽ ചോയ്സസ് ആണ്. മനസ്സിലായില്ല, എല്ലാം സബ്ജക്റ്റീവ് ടു അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ. പിന്നെ ജനറലി പീപ്പിളിൻ്റെ ഒപ്പീനിയൻ നമ്മൾ എടുത്തിട്ടാണ് ഇത്രയും സെലക്ട് ചെയ്തത്. ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തതാണ്. സോ നമ്മൾ ഫുഡ് ടെക്സ്റ്റിൻ്റെ ബിരിയാണി ഫസ്റ്റ് വയ്ക്കുന്നു. സെക്കൻഡ് വയ്ക്കുന്നത് നമ്മുടെ അജ്വ ബിരിയാണിക്കാണ്. അജ്വയുടെ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടൊമാറ്റോ ഫ്ലേവർ വരുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന സലാഡും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷൻ വരുന്ന നല്ല ക്ലാസ് ബിരിയാണിയാണ്. സോ അജ്വയ്ക്ക് നമ്മൾ സെക്കൻഡ് വയ്ക്കാം. തേർഡ് ആസിഫയ്ക്കാണ് വയ്ക്കുന്നത്. ആസിഫെ നമ്മൾ മുമ്പും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നേരിട്ട് പോയി അവരുടെ എല്ലാതരം ബിരിയാണീസും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ബിരിയാണി എന്താ പറയുക, കമ്പാരിറ്റീവ്ലി ഒരു ഇന്നിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതനുസരിച്ചല്ലേ പറയാം. സോ അതൊരു തേർഡായിട്ട് കൊടുക്കാനാണ് ഫീൽ ചെയ്തത്. റൈസും കാര്യങ്ങളും എല്ലാം കൊള്ളായിരുന്നു. ഓക്കെ, ഫോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആസാദിലെ ബിരിയാണിയാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹോട്ടലാണ്. എന്നാലും ആസാദ് ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ബാക്കി ബിരിയാണികളോട് മത്സരിച്ച് നിൽക്കുമ്പോൾ അത്രയ്ക്കൊരു കിട്ടുന്ന ബിരിയാണിയായിട്ട് ഫീൽ ചെയ്തില്ല. ലാസ്റ്റായിട്ട് പറയുന്നത് നമ്മുടെ ആമ്പൂർ ബിരിയാണിക്കാണ് ഞാൻ ഫിഫ്ത്തായിട്ട് കൊടുക്കുന്നത്. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല ബെറ്ററായിട്ട്. കാരണം ഭയങ്കര ടൊമാറ്റോയുടെ ഫ്ലേവർ കയറി വരുന്നുണ്ട്. സോ എനിക്കത് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. സോ നമുക്കിനി എല്ലാം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാനും വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിനി ജസ്റ്റ് ഒന്ന് കൗണ്ടൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് ഇതിൻ്റെ റാങ്ക്സ് ഒന്ന് പറയാം. സോ ഏറ്റവും കൂടുതൽ 5ാം സ്ഥാനം വന്നിരിക്കുന്നത് നമ്മുടെ ആസാദിലെ ബിരിയാണിക്കാണ്. സോ 5th പൊസിഷനിൽ വരുന്ന ആസാദിലെ ബിരിയാണിയാണ്. ഇതൊരിക്കലും ഒരു മോശം ബിരിയാണി അല്ല, പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് വൈസ് ഇതാണ് 5ാം സ്ഥാനത്തായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. സോ മെജോറിറ്റി ഓഫ് ദ 5th വോട്ട് വന്നിട്ടുള്ള ഇതിനാണ്. അതുകൊണ്ട് അത് 5ാം സ്ഥാനത്തേക്ക്. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആമ്പൂർ ബിരിയാണിയാണ്. ആമ്പൂർ സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. പക്ഷേ സ്റ്റിൽ അച്ഛനും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർ ഫസ്റ്റാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മെജോറിറ്റി ഓഫ് ദ 4th വോട്ട് ഗോസ് ടു ആമ്പൂർ ബിരിയാണി. സോ അത് 4ാം പൊസിഷനിൽ വന്നിരിക്കുന്നു. പിന്നെ തേർഡ് വന്നിരിക്കുന്നത് ആസിഫെ ബിരിയാണിയാണ്. ആസിഫെ ബിരിയാണി നമ്മുടെ ഒരു ടിപ്പിക്കൽ കേരള ബിരിയാണി പോലെ അല്ല, ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് ബിരിയാണിയാണ്. സോ അതിന് തേർഡ് വോട്ട് മെജോറിറ്റി വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 ഓക്കെ 5 പേര് തേർഡ് വോട്ട് ചെയ്തിരിക്കുന്ന ആസിഫയ്ക്കാണ്. സോ അത് നമുക്ക് 3ാം സ്ഥാനത്തായിട്ട് കൊടുക്കുകയാണ്. സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് അജ്വയിലെ ബിരിയാണിയാണ്. അജ്വ ബിരിയാണി കുറേ നാളായിട്ട് ട്രിവാൻഡ്രത്തുള്ളൊരു കടയാണ്. അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നല്ല ബിരിയാണിയാണ്. സോ അവരുടെ ബിരിയാണിക്ക് ഇന്നിപ്പോൾ വോട്ട് മെജോറിറ്റി സെക്കൻഡ് വോട്ട് വന്നിരിക്കുന്നത് ഇതിനാണ്. സോ ഇത് സെക്കൻഡ് പൊസിഷൻ. ഫൈനലി 1ാം സ്ഥാനം, അതായത് ഇന്നത്തെ നമ്മുടെ ബിരിയാണി ടേസ്റ്റിംഗ് കോമ്പറ്റീഷനിൽ അങ്ങനെ വിളിക്കാറില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഫുഡ് ടെക്സിൻ്റെ ബിരിയാണിയാണ്. ഫുഡ് ടെക്സ് നമ്മുടെ ബേക്കറി ജംഗ്ഷന് അടുത്തായിട്ടുള്ളൊരു കടയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ് അവിടുത്തെ. കൂടുതലും ടേക്ക് അവേ ആണ് അവിടെ. അപ്പോൾ അവിടുത്തെ ബിരിയാണിയാണ് നമ്മൾ ഇത് ഏറ്റവും എല്ലാവരും ഫസ്റ്റ് വോട്ട് ചെയ്ത് മെജോറിറ്റി 1 വോട്ട് വന്നിട്ടുള്ളത് ഫുഡ് ടെക്സിൻ്റെ ബിരിയാണിക്കാണ്. സോ അതിനാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ടേസ്റ്റിംഗ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്താ പറയുക ടേസ്റ്റിംഗ് കമ്പാരിസൺ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് എല്ലാവരുടെയും തികച്ചും പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറെ എന്തെങ്കിലും ബെറ്റർ പ്ലേസസ് ഉണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. സോ അതെല്ലാം കൂടെ രേഖപ്പെടുത്തുക. സോ ഫൈനലി വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെയൊക്കെ പ്രസൻറ്റേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJBus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ ഇന്നിപ്പോൾ ഹെൽപ്പ് ചെയ്തത്, വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചത് അഭിഷേകാണ്. പിന്നെ ഓഡിയോ റെക്കോർഡിങ്ങിനെ കുറച്ച് ഹെൽപ്പ് ചെയ്ത വിഘ്നേഷ് ഉണ്ട്. പിന്നെ ടേസ്റ്റിങ്ങിനായിട്ട് നമ്മളെ കൂടെ അവർ 2 പേരും ഉണ്ടായിരുന്നു. പിന്നെ ഗോപികൃഷ്ണ ഉണ്ട്, വിശാഖ് ഉണ്ട്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് ഇത് ചെയ്തത്. സോ അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.